നന്നായിട്ട് കഴുകിയെടുത്ത കടല കുറഞ്ഞത് 4-5 മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ആവശ്യമായ ഉപ്പും കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളവും ഒഴിച്ച് 2 അല്ലെങ്കിൽ 3 വിസിൽ കേൾപ്പിച്ചെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം കുറച്ച് കടല ഒന്ന് അരച്ചെടുക്കണം. കടല വേവിച്ചപ്പോഴുള്ള വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി. ഈ അരച്ചത് ബാക്കിയുള്ള കടലയിലേക്ക് ചേർത്ത് ഇളക്കി മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, കറിവേപ്പില, പച്ചമുളക്, തക്കാളി ഇത്രയുമാണ് വേണ്ടുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ആദ്യം തേങ്ങാക്കൊത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കടലയിലേക്ക് ചേർത്ത് അടച്ച് വീണ്ടും 2 വിസിൽ കേൾപ്പിച്ചാൽ സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറി റെഡിയായി കിട്ടും കേട്ടോ. വിശദമായ വീഡിയോ ചാനലിലുണ്ട്. അപ്പൊ ശരി, ബൈ.